ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം വേങ്ങരക്കാരൻ. ഞാനിന്നുള്ളത് കോട്ടക്കൽ പറപ്പൂർ IUHSS സ്കൂളിലാണ്. നമ്മുടെ ഈ സ്കൂളിൽ കിക്ക് ഡ്രഗ്സ് സേയസ് ടു സ്പോർട്സ് എന്ന ശീർഷകത്തിൽ ഫ്രണ്ട്ലി ഹോക്കി ചാമ്പ്യൻഷിപ്പാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. IUHSS പറപ്പൂരും അതുപോലെ തന്നെ തമിഴ്നാടുള്ള ST ഫ്രാൻസിസ് HSS ഡിങ്കൽ എന്ന് പറയുന്ന തമിഴ്നാടുള്ള സൗഹൃദ ഹോക്കി മത്സരം കൂടിയാണ്. സൗഹൃദ മത്സരം ജില്ലാ പഞ്ചായത്ത് മെമ്പർ TPM ബഷീർ സാർ നിർവഹിച്ചു. നമ്മൾ പറപ്പൂർ IU ഹയർ സെക്കൻഡറി സ്കൂളിൽ വ്യത്യസ്ത കായിക ഇനങ്ങൾ ഈ വെക്കേഷൻ സമയത്ത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്കൂൾ പൂട്ടിയ ഉടനെ തന്നെ ഇത്തരം കായിക ഇനങ്ങൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. മുൻ വർഷങ്ങളെ പോലെ തന്നെ അതൊരു പുതിയ പദ്ധതിയൊന്നുമല്ല. അപ്പോൾ ഓരോ കുട്ടിക്കും വ്യത്യസ്ത ടേസ്റ്റുകളായിരിക്കും. എന്തുകൊണ്ടാണ് കുട്ടികൾ ലഹരിയിലേക്ക് പോകുന്നത്, മറ്റു വേണ്ടാത്തരത്തിലേക്ക് പോകുന്നത് എന്ന് ചോദിച്ചാൽ അവനവനെ എക്സ്പ്രസ് ചെയ്യാൻ എല്ലാ കുട്ടിക്കും അവസരമുണ്ടാകാത്തതാണ് ഒരു പ്രയാസം. അതായത് എല്ലാ കുട്ടിക്കും ഫുള്ള് പഠിച്ച് A+ നേടാനും ബൈഹാർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. ഓരോ കുട്ടിയുടെയും ടേസ്റ്റ് വ്യത്യസ്തം. നമ്മൾ നിറം, അതേപോലെ തന്നെ നീളം, തടി ഒക്കെ, മുടി ഒക്കെ നമ്മൾ വ്യത്യസ്തരാണ് എന്നുള്ളത് പോലെ തന്നെയാണ് കുട്ടിയുടെ താല്പര്യങ്ങളും ടേസ്റ്റുകളും വ്യത്യസ്തമാണ്. അപ്പോൾ ഓരോ കുട്ടിക്കും എന്താണ് താല്പര്യം അതിൽ വളരാൻ അനുവദിക്കുക എന്നുള്ളതാണ് IUHSന് ഒരു ആപ്തവാക്യമുണ്ട്. കേരളാസ് ബെസ്റ്റ് ആൻഡ് ഹാപ്പിയസ്റ്റ് എഡ്യൂക്കേഷണൽ സൂപ്പർ മാർക്കറ്റ്. അതായത് ബെസ്റ്റും ഹാപ്പിയസ്റ്റും ആയിട്ട് ആ ബെസ്റ്റ് ആവുന്നുള്ള ഏത് മനുഷ്യൻ്റെ താല്പര്യമാണ്. നമ്മളെല്ലാവരും ഹാപ്പി എന്ന് പറഞ്ഞാലും നമ്മുടെയൊക്കെ താല്പര്യമാണ്. പക്ഷേ ഹാപ്പിനെസ് കിട്ടണമെങ്കിൽ നമ്മുടെ മേഖല എന്താണെന്ന് കണ്ടെത്തി അതിൽ വളരാനുള്ള അവസരം ഉണ്ടാവണം. ആ അവസരം ഒരിക്കലാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അങ്ങനെ വളരുന്ന കുട്ടിക്ക് മറ്റു വേണ്ടാത്തരത്തിലേക്കോ അല്ലെങ്കിൽ ദുഷ്പ്രവണതയിലേക്കോ, നമ്മളൊക്കെ ഇപ്പോൾ പറയും ലഹരി ഉപയോഗിച്ചുകൊണ്ട് റോഡ് അപകടങ്ങൾ, മറ്റു പ്രശ്നങ്ങൾ, രക്ഷിതാക്കളെ ഉപദ്രവിക്കുന്നത്, സുഹൃത്തുക്കളെ ഉപദ്രവിക്കുന്നത്, അടുത്ത ബന്ധുക്കളെ കൊല്ലുന്നത് എന്നൊക്കെ നമ്മൾ കാണുന്നതിന് പ്രധാന കാരണം കുട്ടിയുടെ ഉള്ളിലുള്ള വികാരങ്ങൾ ക്ഷമിപ്പിക്കാൻ ആവശ്യമായ അവൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് വളരാനുള്ള സാഹചര്യം ഒരുക്കാത്തതാണ്. ആ ഒരിക്കലാണ് നമ്മൾ സ്പോർട്സിൽ താല്പര്യം. അപ്പോൾ ഒരു സ്പോർട്സ് അല്ല താല്പര്യം ഉണ്ടാവും. മലപ്പുറത്തേക്ക് ആകെ ഫുട്ബോൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ വിഡ്ഢികളാക്കുന്നൊരു സമൂഹത്തിന് ഞങ്ങൾ നൽകുന്ന പുതിയ മെസ്സേജാണ് ഹോക്കി. നമ്മുടെ ദേശീയ ഗെയിമാണ്, അതിൽ നല്ല അവസരമുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഫുട്ബോൾ ഉണ്ട്, ഫുട്ബോൾ ഇല്ല എന്നല്ല, ഫുട്ബോൾ ഉണ്ട്, അത്ലറ്റിക്സ് ഉണ്ട്, റഗ്ബി ഉണ്ട്, പിന്നെ ജൂഡോ ഉണ്ട്, അതേപോലെ തന്നെ റെസ്ലിംഗ് ഉണ്ട്, പിന്നെ കരാട്ടെ പരിശീലനം നൽകുന്നുണ്ട്, യോഗയിൽ പരിശീലനം നൽകുന്നുണ്ട്. പിന്നെ അങ്ങനെ വ്യത്യസ്ത ബോക്സിങ്ങിൽ നമ്മൾ 5 മെഡൽ കഴിഞ്ഞ പ്രാവശ്യം സംസ്ഥാന തലത്തിൽ നേടിയതാണ്, 2 ഗോൾഡ് അടക്കം. അപ്പോൾ ആ രീതിയിൽ വ്യത്യസ്തങ്ങളായ സ്പോർട്സ്. അതുപോലെ തന്നെ കൃഷി, കാർഷിക മേഖല. നമ്മൾ അന്നം ആണല്ലോ ഏറ്റവും വലുത് മനുഷ്യന്, ബാക്കിയൊക്കെ ഇതുണ്ടെങ്കിലേ നടക്കുമല്ലോ. അപ്പോൾ കൃഷി സാധാരണ എല്ലാവരും ചെയ്യൽ എന്താ പറഞ്ഞാൽ നെൽപ്പാടത്ത് എവിടെയും കൊണ്ടുപോയിട്ട് കുട്ടിയുടെ ഫോട്ടോ എടുത്തിട്ട് ഇടലാണ്. അതങ്ങനെയല്ല. കൃഷിയുടെ തുടക്കം മുതൽ എല്ലാ സ്റ്റേജും കുട്ടിയെ പഠിപ്പിക്കുകയാണ്. നെൽകൃഷി മാത്രമല്ല, പച്ചക്കറി കൃഷി, അതേപോലെ തന്നെ സൂര്യകാന്തി കൃഷി, കപ്പ കൃഷി, മധുരക്കിഴങ്ങ് കൃഷി, നമ്മുടെ പ്രദേശത്തുള്ള വ്യത്യസ്തങ്ങളായ കൃഷികൾ ഓരോ കുട്ടിക്കും പരിചയപ്പെടുത്തുകയും അതിൽ താല്പര്യമുള്ളവരെ അതിലേക്ക് തിരിക്കുകയും അതോടൊപ്പം പാഠ്യവിഷയങ്ങൾ കൂടാതെ 18,000 പുസ്തകങ്ങളുള്ള ശീതീകരിച്ച ലൈബ്രറി റൂം നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. അപ്പോൾ വായനയിൽ താല്പര്യമുള്ള കുട്ടിക്ക് അങ്ങനെ കൃഷി മുതൽ AI വരെ എന്നാണ് നമ്മളെ മുദ്രാവാക്യം IUHSൻ്റെ. ആ കൃഷി മുതൽ AI വരെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം ടെക്നോളജി ഡ്രിവൺ വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ടെക് അറ്റ് സ്കൂൾ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ട് പറപ്പൂർ IUHSൽ. മലപ്പുറം ജില്ലയിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇത്ര വിപുലമായിട്ട് ടെക് അറ്റ് സ്കൂൾ പ്രോജക്റ്റ് നടപ്പാക്കുന്ന ഒരു സ്കൂളില്ലാന്ന് തോന്നുന്നു. 3 വർഷം കൊണ്ട് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ലെവലിലേക്ക് നമ്മളെ മക്കളെ, താല്പര്യമുള്ള കുട്ടികളെ, അതായത് ഈ ഗാഡ്ജറ്റിനോടും അതേപോലെ തന്നെ മൊബൈൽ ഇതിനോടും താല്പര്യം കുട്ടികൾക്ക് സോഫ്റ്റ്വെയറിൻ്റെ, അതായത് ഗെയിം കളിക്കുന്ന കുട്ടിക്ക് ഗെയിം ഉണ്ടാക്കാൻ പഠിപ്പിക്കുക, അതിലൂടെ കുട്ടിയെ കൂടുതൽ ഉയർത്താൻ ശ്രമിക്കുക. ആ രീതിയിൽ ടെക് അറ്റ് സ്കൂൾ എന്നുള്ള പ്രോജക്റ്റ് തുടങ്ങി സിവിൽ സർവീസ് അക്കാദമി വരെ നമ്മുടെ സ്കൂളിലുണ്ട്.
അക്കാഡമിക രംഗത്തും അതേപോലെ തന്നെ മറ്റു രംഗത്തൊക്കെ കുട്ടികൾ ഓരോ കുട്ടിയുടെയും ടേസ്റ്റ് മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ വർഷങ്ങളായിട്ട് നമ്മളെ സ്കൂളിൽ കുട്ടികൾ തമ്മിലുള്ള മറ്റു പ്രയാസങ്ങളോ മറ്റു പ്രശ്നങ്ങളോ അതേപോലെ തന്നെ സ്കൂൾ വിട്ടു പോകുമ്പോൾ അല്ലെങ്കിൽ പിന്നെ സെൻഡ് ഓഫ് സമയത്ത് പോലീസിനെ വിളിക്കേണ്ട രക്ഷിതാക്കളെ വിളിക്കേണ്ട ഒരു പ്രയാസമില്ല. കുട്ടികൾ സന്തുഷ്ടരാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ കുട്ടികളൊരു വീഡിയോ ചെയ്ത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ അവർ സ്വന്തം സ്ക്രിപ്റ്റ് എഴുതിയിട്ട് നിങ്ങൾ കാണേണ്ട ഒരു വീഡിയോ ആണ്. അവർ ഈ ഗേറ്റിൽ നിന്നിട്ട് പറഞ്ഞത് ഇത് ഞങ്ങളുടെ സ്വർഗമാണെന്നാണ്. അത് വീട്ടിനെ കുറിച്ച് കുട്ടിക്ക് പറയാൻ കഴിയണം, സ്കൂളിനെ കുറിച്ച് കുട്ടിക്ക് പറയാൻ കഴിയണം. ആ കുട്ടിയുടെ താല്പര്യം ഇവിടെ പിന്നെ അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ മാതൃകയാണ് നമ്മൾ എല്ലായിടത്തും പിൻപറ്റേണ്ടത് എന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിന് ഞങ്ങളുടെ നാട്ടിൻ്റെ എല്ലാവരുടെയും പിന്തുണ, പ്രത്യേകിച്ച് മാനേജർ കുഞ്ഞാക്കോടുണ്ട്, അതുപോലെ തന്നെ PTA മാനേജ്മെൻറ്റിൻ്റെ എല്ലാ സഹകരണവും എന്താവശ്യപ്പെട്ടാലും അതിന് കിട്ടുന്ന രീതിയിലുണ്ട്. അതേപോലെ തന്നെ PTA സഹകരണമുണ്ട്. അതിലെല്ലാം ഉപരി ഒറ്റക്കെട്ടായി നിൽക്കുന്ന അധ്യാപകരുണ്ട്. അങ്ങനെ നാട്ടുകാർ, ഇവിടുത്തെ ക്ലബ്ബിലെ അംഗങ്ങൾ എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ എല്ലാവരുടെയും നമുക്ക് പിന്തുണ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ ഈ നേട്ടത്തിൻ്റെ ഒക്കെ പ്രധാന കാരണമായിട്ട് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഒരുപക്ഷെ ഇത്ര വൈവിധ്യപൂർണമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അപൂർവമായിരിക്കും. ഒന്ന് ഇവിടുത്തെ HM മുഹമ്മദ് ബാഷ സൂചിപ്പിച്ച പോലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു വിദ്യാലയമായി ഇത് മാറിയിട്ടുണ്ട്. അവരുടെ താല്പര്യം എന്താണ്, ഓരോ കുട്ടിയെയും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള സവിശേഷമായ പദ്ധതികളാണ് യഥാർത്ഥത്തിൽ ഈ സ്കൂളിൽ നടക്കുന്നത്. കഴിഞ്ഞ 4.5 വർഷമായി ഈ സ്കൂളിൻ്റെ ഈ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളിൽ ചില ഘട്ടങ്ങളിലും പങ്കാളിയാവാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് എല്ലാ കുട്ടികൾക്കും ഡോക്ടറാവാനോ എഞ്ചിനീയർ ആവാനോ സാധിക്കില്ല. ഓരോ കുട്ടിയുടെയും പാഷൻ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ മേഖലയിൽ ആ കുട്ടിയെ പരിപോഷിപ്പിക്കുകയും നേട്ടങ്ങൾ കൈവരിക്കാൻ പ്രാപ്തമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ സ്കൂളിൻ്റെ ഒരു ടാർഗറ്റ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് മറ്റ് പല സ്കൂളുകളിലും നടക്കാത്ത വിധം വൈവിധ്യപൂർണ്ണമായിട്ടുള്ള ഒട്ടേറെ മേഖലയിലേക്ക് കുട്ടികളെ കൊണ്ടുപോകാൻ ഈ മുഹമ്മദ് ബാഷയുടെ നേതൃത്വത്തിലുള്ള അധ്യാപക സമൂഹത്തിന് സാധിച്ചത്. അതിൻ്റെ ഒരു ഇഫക്റ്റാണ് യഥാർത്ഥത്തിൽ ഈ സ്കൂളിൻ്റെ വിജയമെന്ന് പറയുന്നത്. തീർച്ചയായും അക്കാദമിക രംഗത്തെ സ്കൂൾ മികച്ചു നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ ആക്ടിവിറ്റികളിലെല്ലാം ജേതാക്കളാകുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കാൻ ഇവർക്ക് സാധിച്ചത്. അപ്പോൾ തീർച്ചയായും ഇന്നിവിടെ നടക്കുന്ന ഹോക്കി ഇത് വളരെ റയറാണ്. നേരത്തെ പറഞ്ഞ പോലെ ഫുട്ബോൾ അല്ലെങ്കിൽ വോളിബോൾ അങ്ങനെയുള്ള 1-2 ഐറ്റംസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതിന് പകരം കായിക മേഖലയിൽ തന്നെ ബോക്സിംഗ് അടക്കമുള്ള ഹോക്കി അടക്കമുള്ള മേഖലയിലേക്ക് കൂടി ഈ സ്കൂൾ ശ്രദ്ധ പതിപ്പിച്ചു. അവിടെയൊക്കെ ഒരു വിജയം നേടുന്നുണ്ട്, ചാമ്പ്യൻഷിപ്പ് നേടുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ ആ കുട്ടികൾക്ക് മാത്രമല്ല, ഞാൻ 1-2 തവണ കണ്ടിട്ടുണ്ട് HM കുട്ടികളെ കൈപിടിച്ച് ഗുഡ് മോർണിംഗ് പറഞ്ഞ് അല്ലെങ്കിൽ നമസ്കാരം പറഞ്ഞ് സ്വീകരിക്കുന്ന ഒരു സ്കൂളാണിത്. അതൊന്നും സാധാരണ എല്ലായിടത്തും കാണാത്തൊരു സംഭവമാണ്. അപ്പോൾ അധ്യാപകരും കുട്ടികളും എത്രമാത്രം സഹകരിച്ച് പോകുന്നു എന്നതിൻ്റെ ഒരു അടയാളം കൂടിയാണത്. ഈ കുട്ടികളെ അവരുടെ താല്പര്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്ക് വഴി നടത്താനുള്ള ഒരു ഉദ്യമമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ വിജയിക്കുന്നതും. കുട്ടികളെ നിർബന്ധിച്ച് അവർക്ക് ഇഷ്ടമില്ലാത്ത മേഖലയിലേക്ക് നിർബന്ധിച്ച് കൊണ്ടുപോകുന്നതിന് പകരം അവരെ മനസ്സിലാക്കി അവരെ തിരിച്ചറിഞ്ഞ് അവരുടെ പാഷൻ തിരിച്ചറിയാനുള്ള സംവിധാനം മറ്റൊരു തരത്തിലൂടെ ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ കുട്ടിയുടെയും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തുന്നുണ്ട്, അത് എഴുതി വാങ്ങുന്നുണ്ട്, അവരെ മനസ്സിലാക്കുന്ന ഒരു സംഗതി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ ഈ തലമുറയാണ്, ഈ കൗമാരം വിട്ട് അല്ലെങ്കിൽ കൗമാരത്തിലെത്തി നിൽക്കുന്ന ഈ തലമുറയാണ് രാസലഹരിയുടെ മായിക ലോകത്തേക്ക് ചതിയിലൂടെ ആനയിക്കപ്പെടുന്നത്. അപ്പോൾ അതിനെതിരായി അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ കൗമാരങ്ങൾക്ക് അവരുടെ ഒരു മാനസിക ഉല്ലാസത്തിനാവശ്യമായ ഒരു സംവിധാനം നാട്ടിലില്ല. അവർക്ക് പരമാവധി ചെയ്യാവുന്നത് മൊബൈലിൽ സമയം ചെലവഴിക്കുക എന്നുള്ളത് മാത്രമാണ്. അതാകട്ടെ ഉപകാരത്തേക്കാൾ ഉപദ്രവത്തിലേക്ക് പോകുന്നു നമുക്കറിയാം. അപ്പോൾ അവർ ഫ്രീ ആയി കളിച്ചിരുന്ന മൈതാനങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടു. അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള അവരുടെ ആവശ്യങ്ങൾ വിനിയോഗിക്കാനുള്ള ഒരു സംവിധാനം നമ്മുടെ നാട്ടിലില്ല. അപ്പോൾ അവരൊരു തളച്ചിടപ്പെട്ട യൗവനായിട്ട് അല്ലെങ്കിൽ കൗമാരമായിട്ട് മാറുകയാണ്. പിന്നെയാണ് അവർ സ്വാഭാവികമായി അവരെ വഴിയെത്തിക്കാൻ വേണ്ടി താല്പര്യപ്പെട്ട് നിൽക്കുന്ന പലരും പല ഭാഗങ്ങളിലുണ്ട്. അവരിലേക്ക് അവർ എത്തിപ്പെടുന്നത് അങ്ങനെയാണ്. നേരെ മറിച്ച് അവർക്ക് അവരുടെ സമയം ചെലവഴിക്കാനുള്ള, അവർക്ക് എൻജോയ് ചെയ്യാനുള്ള, അവരുടെ ആവേശം പ്രകടിപ്പിക്കാനുള്ള,
അവരുടെ എനർജി വിനിയോഗിക്കാനുള്ള വേദികൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് സമൂഹത്തിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. അതാണ് ഈ സ്കൂളിൽ ഇവിടുത്തെ അധ്യാപക സമൂഹം ചെയ്തത്. തീർച്ചയായും കുട്ടികളിൽ അത് ശാരീരികമായ ക്ഷമത വർദ്ധിപ്പിക്കുന്നുണ്ട്, അവരുടെ മാനസികമായ സന്തോഷം വർദ്ധിപ്പിക്കുന്നുണ്ട്. സ്വാഭാവികമായി അവർക്ക് ഏത് മേഖലയിലാണോ താല്പര്യം ആ താല്പര്യം നിറവേറ്റാൻ വേണ്ടി ഡെഡിക്കേറ്റഡ് ആവാൻ അവരെ പ്രാപ്തമാക്കുന്നുണ്ട്. അപ്പോൾ അവർ ഇവിടെ ചെയ്യുന്നത്, ഇതിലൂടെയൊക്കെ അവർ ചെയ്യുന്നത് ഒരു തലമുറയെ സൃഷ്ടിക്കുകയാണ്. സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവരിക എന്ന വലിയ ദൗത്യമാണ് യഥാർത്ഥത്തിൽ ഇത്തരം ശ്രമങ്ങളിലൂടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ IUHSൻ്റെ അധ്യാപക സമൂഹം, ഇവിടുത്തെ മാനേജ്മെൻറ്റ്, ഇവിടുത്തെ വിദ്യാർത്ഥികൾ, രക്ഷകരെല്ലാവരും അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ പേരിൽ ഇവരെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നതിൽ സന്തോഷമുണ്ട്. എല്ലാവിധ നന്മകളും അഭിവാദ്യം അർപ്പിക്കുന്നു.